പറമ്പ് മൊത്തം മെഷീൻ കട്ടറിങ് ഉപയോഗിച്ചു. അതായത് ഈ മെഷീൻ ഉപയോഗിച്ച് മറ്റേ പുല്ലും മറ്റേ ചെറിയ കമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞു. ഇവിടെ ഒരു 2-3 ആഴ്ച മുമ്പ് ചെയ്ത, അപ്പോൾ പുല്ല് വളർന്നു തുടങ്ങി. ഇവിടെ കണ്ടീഷനാക്കിയതാണ് 2-3. ഈ സെക്ടർ നേരത്തെ ചെയ്തതാണ്. വേറെ ആ ഫ്രണ്ടിൽ പിടിപ്പിച്ചേക്കണ ആ പുല്ലിൻ്റെ അത് കട്ട് ചെയ്ത കൂട്ടത്തിൽ ഈ ഏരിയ നേരത്തെ കട്ട് ചെയ്തതാണ്. പുല്ലും വെട്ടിക്കളഞ്ഞു. ഇത്തവണ മരുന്നടിച്ചില്ല, ഈ കെമിക്കൽസ് യൂസ് ചെയ്യാതെ മെഷീനാണ് ഉപയോഗിച്ചത് കട്ട് ചെയ്ത് കളയാനായിട്ട്. അതായത് മെഷീനിൽ 2 ടൈപ്പ് ഇതുണ്ട്. ഗ്രാസ് കട്ട് ചെയ്യണത് ഇതുകൊണ്ട് ചെറിയ കമ്പുകളില്ലേ, സ്മോൾ ട്രീസ്, അതായത് ചെറിയ കമ്പുകൾ പോലുള്ള അത് കട്ട് ചെയ്യണ 2 ഇതുണ്ട്. ആ മെഷീനിൽ 2 സാധനം പിടിപ്പിക്കാം. പെട്രോളിലാണ് വർക്ക് ചെയ്യണേ, ഹോണ്ടയുടെ മെഷീനാണ്. അതിപ്പോൾ ഇത് ലോക്കലായിട്ട് 1 മണിക്കൂറിന് 400 രൂപ. ഞാൻ ഇവിടെ 4 മണിക്കൂറാണ് നല്ല വർക്ക് ചെയ്യിച്ചുള്ളത്. പറമ്പ് നല്ല കണ്ടീഷനായി. ഗ്രാസും പോയി, വീഡ്സും സ്മോൾ പ്ലാന്റ്സ്, അൺനെസറി വേസ്റ്റ് പ്ലാന്റ്സ് എല്ലാം പോയി. പറമ്പ് നല്ല കണ്ടീഷനായി ഇപ്പോൾ. അങ്ങേറ്റത്ത് ഇച്ചിരി ഗ്രാസ് കാണുന്ന പ്ലോട്ടിലേക്കുള്ള വഴി അതിൽ നമ്മുടെ അല്ല, അതുകൊണ്ട് നമ്മളവിടെ വർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ പറമ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തു. ഇത് ഞാൻ ഒരു മരം വെട്ടിയപ്പോൾ ആ പ്ലാവ് മറിഞ്ഞ അടിയപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോയതാണ്. അത് ടോപ്പ് തിരിച്ച് വന്നായിരുന്നു. ഇപ്പം നാളെ ഒരു മരം വെട്ടിയപ്പോൾ അത് വീണ്ടും ഓടിക്കും. ഇപ്പം 2 മണി ഓടിക്കും ഇവിടെ. രണ്ട് ജാതി വെട്ടിക്കളഞ്ഞു. കാരണം ഇപ്പം ജാതി ഒരുപാട് കൂടുതലാണ്. അപ്പം ഈൽഡില്ലാതെ 2 ജാതികൾ, ഇതൊരു എണ്ണം വെട്ടിക്കളഞ്ഞത്. ഇത് വേറെ ഒരെണ്ണം വെട്ടിക്കളഞ്ഞത്. 2 ജാതി വെട്ടിക്കളഞ്ഞു. മെഷീൻ കട്ടിങ്ങിൻ്റെ ആൾ ഇന്നലെ വന്ന് നല്ല ക്ലീനായിട്ട് ഗ്രാസും കട്ട് ചെയ്തു, വീഡ്സും സ്മോൾ പ്ലാന്റ്സും, അതായത് ഈ വേസ്റ്റ് കച്ചറ പ്ലാന്റ്സ് ഇല്ലേ, നമ്മൾ നടാതെ തന്നെ മുളച്ച് വരുന്നത്, അതൊക്കെ വെട്ടിക്കളഞ്ഞില്ല. അപ്പോൾ പറമ്പ് നല്ല കണ്ടീഷനായി. രണ്ട് ജാതി ഞാൻ വെട്ടിക്കളഞ്ഞു, ഈൽഡില്ലാത്ത 2 ജാതി വെട്ടിക്കളഞ്ഞു. അപ്പോൾ അതിൻ്റെ മെച്ചനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൽഡുള്ള ജാതിക്ക് സ്പേസ് കിട്ടും, എയർ സർക്കുലേഷൻ കിട്ടും, മറ്റേ സണ്ണിൻ്റെ ലൈറ്റ് ബെറ്ററായിട്ട് കിട്ടും. അപ്പോൾ
മുഴുവൻ പറമ്പും നല്ല കണ്ടീഷനായി. ആ മെഷീൻ വെച്ച് അടിച്ചതോടുകൂടി ഫുള്ളായിട്ട് ഈ നമ്മൾ താമസിക്കുന്ന പറമ്പ് നല്ല കണ്ടീഷനായി. പിന്നെ പുല്ല് വരും കുറച്ച് കഴിയുമ്പോൾ. എന്നാലും ഈ കൊല്ലം 4 മണിക്കൂർ എടുത്തുള്ളൂ. അടുത്ത കൊല്ലം 3 മണിക്കൂർ വേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞത് കട്ട് ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് ആയിട്ട് ഫുൾ പ്ലോട്ടിൽ മുള്ളി ചെയ്തിട്ട് നമ്മുടെ ബോർഡർ വരെ എല്ലാം ക്ലിയറാക്കി ഇട്ടു. ഇതിപ്പോൾ 70 സെൻറ്റ് പ്ലോട്ടായി. 70 സെൻറ്റും കുട്ടപ്പനാക്കി 8 ദിവസം കൊണ്ട്. ഈ താമസിക്കുന്ന പ്ലോട്ട് 70 സെൻറ്റാണ്. ബാക്കി 5 പ്ലോട്ട് വേറെ 5 സ്ഥലങ്ങളിലാണ് കിടക്കുന്നത് നമ്മുടെ. അത് പുള്ളി ഇന്നലെ വന്നിട്ട് കംപ്ലീറ്റ് ആ മരങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ ഉള്ള ചെറിയ വേസ്റ്റ് സാധനങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. മറ്റേ ഗ്രാസ് എല്ലാം വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ നല്ല കണ്ടീഷനായി. പറമ്പിക്കടെ ഏതിക്കടെ നടക്കാം. ഒരു പാമ്പിൻ്റെ ശല്യമില്ലാതെ, ജന്തുക്കളുടെ ശല്യമില്ലാതെ നമുക്ക് ഫ്രഷായിട്ട് നടക്കാം എവിടെ വേണമെങ്കിലും. ഇതൊക്കെ സപ്പോർട്ട് 4 സപ്പോർട്ടുണ്ട്. അങ്ങേറ്റത് കാണുന്ന സപ്പോർട്ട് 4 സപ്പോർട്ട് ഇട്ടിട്ടുണ്ട് മൊത്തം. ജാതി പഴയ ടൈപ്പ് ജാതി, അതായത് നാടൻ ജാതി 13 എണ്ണമാണ്. 13 14 എണ്ണമാണ്. 13 എണ്ണമാണ്. പിന്നെ ഈ മോഡേൺ ടൈപ്പില്ല, ഈ ഗോൾഡൻ ബഡ് ടൈപ്പ് 12 13 ഉണ്ട്. അപ്പോൾ 26 ജാതിയുണ്ട് മൊത്തം. 26 ജാതി. ഇത് 4 സപ്പോർട്ടാണ്. ഇതൊക്കെ മറ്റേ തന്നെ മാങ്കോസ്റ്റിൻ അങ്ങനെ അത് ഉണ്ടായി വന്നിട്ടില്ല. ഇത് സപ്പോർട്ട്. ഇതൊക്കെ ഈ ബഡ് പ്ലാവ് കുറേ ഉണ്ട്. പക്ഷേ ഇത് ബഡ് പ്ലാവാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇതേവരെ അത് പക്ഷേ കാച്ചിട്ടില്ല. ഇതൊക്കെ ബഡ് ഗോൾഡൻ ബഡാണ്. ബഡ് പൈസ കൊടുത്ത് മേടിച്ചാൽ എല്ലാം തന്നെ ഗോൾഡൻ ബഡായിരുന്നു. ഗോൾഡൻ ബഡ് എന്ന് പറഞ്ഞ ടൈപ്പാണ് മേടിച്ചത്. ഇതൊക്കെ ആ ടൈപ്പാണ് ഗോൾഡൻ ബഡ്. ഇതും അതെ. ആ കാണുന്നൊക്കെ നാടൻ ജാതി. ഇതൊരു മറ്റേ ബംബ്ലൂസ് നാരകം എന്ന് പറഞ്ഞ സാധനം. ഇതൊരു പ്രദേശം മുഴുവൻ കളയുന്നുണ്ട്. പിന്നെ മമ്മിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞിട്ടില്ല. ബംബ്ലൂസ് നാരങ്ങ, ബംബ്ലൂസ് വലിയ അതിൻ്റെ ഇതുണ്ടില്ല, ഭയങ്കര വലിയ 2-3 പേർക്കൊക്കെ കഴിക്കാം ഒരു എണ്ണം ഉണ്ടെങ്കിൽ. അതിൻ്റെ ഒരു മെയിൻ ഫാൻ മമ്മിയാണ് ഈ വീട്ടിൽ. ഇത് ഗോൾഡൻ ബഡാണ്. ഇതിൽ തീരെ ചെറുതാണെങ്കിൽ അതിൽ ഇതുണ്ടായി തുടങ്ങും. ഇതിപ്പോൾ 3 കൊല്ലം ആയുള്ളൂ. 3 കൊല്ലം ആകുമ്പോഴത്തേക്ക് അതിൽ ഈൽഡായി തുടങ്ങും. ഇത് സപ്പോർട്ടാണ്. 4 സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല. അതിൽ ഒരെണ്ണം. ഇതൊക്കെ പഴയ നാടൻ ബഡാണ്.